ഇനി വലിയ മഹാൻ തന്നെയാണെന്ന് വെക്കുക. എല്ലാ മഹാന്മാരെയും പോയി കാണണമെന്ന് നിർബന്ധമായിട്ടുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, സഹാബത്തിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, മുഹീദ്ദീൻ ശിഖിനെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, ഗസാലി അവനെ കാണാൻ കഴിഞ്ഞില്ല, ഷാഫി അവനെ കാണാൻ പറ്റില്ല. ഇതിനെക്കാളുള്ള വലിയ ആരാ ഇവിടെ വരാനുള്ളത്? അതേ സമയത്ത് നമുക്ക് ആരാണ് ആ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ എന്താ പഠിപ്പിച്ച്, സഹാബത്ത് എന്താ പഠിപ്പിച്ച്, ഇമാമിങ്ങൾ എന്താ പഠിപ്പിച്ച്, മുഹീദ്ദീൻ ശിഖ് അള്ളാഹു എന്താ പഠിപ്പിച്ചത്, ഗസാലി ഇമാം എന്താ പഠിപ്പിച്ചത്, നവവി ഇമാം എന്താ പഠിപ്പിച്ചത്? അവർ പഠിപ്പിച്ചത് അവർ ജീവിച്ചിരിക്കുന്നത് പോലെ അവരെ കിതാബ് ഇവിടെ ഉണ്ട്. എന്തിനെ കുറിച്ചാണ് ഇയാൾ ഇത്രയും പരിഹാസത്തോടുകൂടി അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? അത് മഹത്തുക്കളായ മശായിഖന്മാരുടെ ഔലിയാക്കളുടെ വഴിയെക്കുറിച്ചാണ് ഇയാൾ സംസാരിച്ചു വരുന്നത്. എന്നിട്ട് അതിനിടയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, വലിയ വലിയ മഹാന്മാരാണെങ്കിൽ പോലും ആ മഹാന്മാരുമായി ബന്ധപ്പെടേണ്ടതില്ല, അവരുമായി ബന്ധം സ്ഥാപിക്കേണ്ടതില്ല, അവരെ പിന്തുടരേണ്ടതില്ല. മറിച്ച് പിന്തുടരേണ്ടത് ചില കടലാസ് കെട്ടുകളെയാണ്, കിതാബ് കെട്ടുകളെയാണ്, അല്ലെങ്കിൽ ആ കിതാബുകൾ പഠിച്ച പണ്ഡിതന്മാരെയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എത്ര വലിയ മണ്ടത്തരാണ്, ഭീമാബദ്ധമാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. ഈ വിഷയത്തോട് നമുക്ക് 3 രൂപത്തിൽ പ്രതികരിക്കാം. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണല്ലോ ദീൻ. അവനാണ് ഈ ദീനുൽ ഇസ്ലാം ഇവിടെ സ്ഥാപിക്കുന്നതും പരിപാലിച്ച് നിലനിർത്തി കൊണ്ടുപോരുന്നതും. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദീൻ ഇവിടെ പ്രബോധനം ചെയ്യാൻ തെരഞ്ഞെടുത്തിട്ടുള്ള വഴി എന്താ? ഒരു സുപ്രഭാതത്തിൽ ഒരുപാട് കിതാബ് കെട്ടുകൾ ആകാശത്ത് നിന്ന് ഇറക്കി അത് ചില ആളുകളെ കൊണ്ട് പഠിപ്പിച്ച് ആ പഠിച്ച ആളുകൾ അവരെ മറ്റുള്ള ആളുകൾ പിന്തുടരുന്ന ഒരു സാഹചര്യമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരിക്കലുമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകളെ പറഞ്ഞേക്കുന്നു. അമ്പിയാക്കളായി, ഔലിയാക്കളായി, മശായിഖന്മാരായി ഈ ലോകത്തേക്ക് ആളുകളെ പറഞ്ഞേക്കുന്നു. അവര് വഴിയാണ് പരിശുദ്ധമായ ഖുർആൻ പോലും ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധ്യാപനം നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം രാവിലെ തന്നെ കുറച്ച് കിതാബുകൾ ആകാശത്ത് നിന്ന് ഇറക്കാനോ അതല്ലെങ്കിൽ ചില ആളുകളെ കൊണ്ട് അത് പഠിപ്പിക്കാനോ അശക്തനായത് കൊണ്ടല്ലോ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തുള്ള സർവ്വതിനെയും പടച്ചു പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അറിയാം ഓരോ സൃഷ്ടിയുടെയും ഉള്ളിലേക്ക് ഏത് രൂപത്തിലാണ് ഏറ്റവും ലളിതമായ രൂപത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം കടന്നു ചെല്ലുക എന്ന്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത വഴിയാണ് അമ്പിയാക്കളും ഔലിയാക്കളും മശായിഖന്മാരും. ആ വഴിയെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരു വഴിയെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്ന, മറ്റൊരു വഴിയെ കുറിച്ച് സംസാരിക്കുന്ന ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഭൂലോക മണ്ടൻ എന്നല്ലാതെ നമ്മൾ എന്താ വിളിക്കുക?